വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി തത്സമയം ചേരുകയാണ്. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഉൾപ്പെടെ ആളുകൾക്ക് കേട്ടാൽ ഞെട്ടലുണ്ടാക്കുന്ന, ഇപ്പോഴും കേരളം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന വാർത്തയാണ് അങ്കമാലിയിൽ നിന്ന് വരുന്നത്. എന്താണ് അങ്ങേക്ക് മാമിന് പറയാനുള്ളത്? വാർത്ത കേട്ടറിഞ്ഞിട്ടില്ല. പക്ഷെ പെൺകുഞ്ഞ് ജനിച്ചതിന്റെ പേരിൽ പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുള്ള അമ്മയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോ പോലീസ് കേസെടുക്കാൻ ഇടയാക്കിയിട്ടുള്ള സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു ശാസ്ത്രബോധമുള്ള ഒരു സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇത്രയും തെറ്റായിട്ടുള്ള ധാരണകൾ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്നു. വളരെ ഗൗരവത്തോടുകൂടി കേരളീയ സമൂഹം ചിന്തിക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. കുട്ടി ആണോ പെണ്ണോ ആവുന്നത് ഏതടിസ്ഥാനത്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് പോലും ധാരണയില്ലാത്ത ആളുകൾ ഇന്നും കേരളത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. കുട്ടി ആണോ പെണ്ണോ ആവട്ടെ, എന്തായാലും അതിന്റെ പേരിൽ അമ്മയെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ശിക്ഷാർഹമായിട്ടുള്ള കുറ്റം തന്നെയാണ്. ഇത് ഗൗരവത്തോടുകൂടി പോലീസ് ഏറ്റെടുത്തു, പോലീസ് FIR ഇട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവം സംബന്ധിച്ച് തീർച്ചയായിട്ടും നല്ല അന്വേഷണം നടത്തണം എന്നുള്ള നിർദ്ദേശം വനിതാ കമ്മീഷൻ നൽകുന്നതാണ്. ഇത് വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ വളരെ കാലം മുമ്പാണ് ഈ പെൺകുഞ്ഞുങ്ങളോടുള്ള വിവേചനം നിലനിന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതൊക്കെ മാറി എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ കഴിയുന്നത്. പക്ഷെ ഇന്നും പെൺകുഞ്ഞുങ്ങളെ ഒരു രണ്ടാം തരം പൗരന്മാരായിട്ട് കാണുന്നു എന്നുള്ള ചിന്താഗതി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള വിഷയം. കുട്ടികളുടെ എണ്ണം കുറക്കണം എന്നുള്ളത് സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. ആ കുട്ടികളുടെ എണ്ണം ഓരോ കുടുംബത്തിനകത്തും ഇപ്പൊ കുട്ടികളുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും ഏറ്റവും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവുന്നില്ലെങ്കിൽ, ഇപ്പോ സെക്സ് റേഷ്യോ അനുസരിച്ച് പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയേറെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഈ പെൺകുഞ്ഞ് ജനിച്ചതിന്റെ പേരിൽ അമ്മയെ പീഡിപ്പിക്കുക എന്നുള്ളത്. ഇത് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് കേസെടുത്തിട്ടുണ്ടാവുക എന്നാണ് കരുതുന്നത്. ഏതായാലും വനിതാ കമ്മീഷൻ ഈ കാര്യം അറിഞ്ഞിട്ടുള്ള പശ്ചാത്തലത്തിൽ, വാർത്താമാധ്യമത്തിലൂടെ അറിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടും. എന്തായാലും മാം, ഈ വാർത്ത സത്യമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിയമപരമായ നടപടികളുമായി വനിതാ കമ്മീഷൻ മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? നമ്മുടെ പ്രേക്ഷകരോട് അവരുടെ ഒരു സംശയമായിരിക്കും. തീർച്ചയായിട്ടും ഇത് സ്ത്രീകളോട് കാട്ടുന്ന ക്രൂരതയാണ്, പെൺകുഞ്ഞുങ്ങളോട് കാട്ടുന്ന വിവേചനപരമായിട്ടുള്ള സമീപനമാണ്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസിനോട് നിർദ്ദേശിക്കും. ഓക്കെ, താങ്ക് യു മാം. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി സംസാരിക്കുകയായിരുന്നു. പെൺകുഞ്ഞുങ്ങളോടുള്ള അല്ലെ കുട്ടികളുടെ വിവേചനമാണ് ഇതിലൂടെ കാണിച്ചത്. മാത്രമല്ല സ്ത്രീകളോടുള്ള അക്രമമാണ്. അതിന് കടുത്ത നടപടികൾ വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പറയുന്നത്. എന്തായാലും കേരളം വളരെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരു ശാസ്ത്രബോധം വേണമെന്ന് എപ്പോഴും പറയാറുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആണാകുന്നു പെണ്ണാകുന്നു എങ്ങനെയാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതറിയാത്ത വിവരദോഷികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് മാത്രമല്ല സ്ത്രീകളോട് വലിയ ക്രൂരത കാണിക്കുന്നു എന്നുള്ളതും നമ്മുടെ ഉറക്കം കെടുത്തുന്നു, നമ്മളെ അലോസരപ്പെടുത്തുന്നു. കൂടുതൽ ചർച്ച ചെയ്യപ്പെടും ഈ വാർത്തയെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഈ ഇത്തരം കാര്യങ്ങൾ മുളയിലെ നുള്ളാൻ കേരളീയ സമൂഹത്തിന് കഴിയട്ടെ എന്ന പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.